എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മസാല ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് വെച്ചേക്കണ മുട്ട ഇവിടെ മാറ്റി വയ്ക്കുക. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവോള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ്. ഇതൊന്ന് വാട്ടിയിടുക. ഈ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുട്ടയിൽ ഉപ്പിട്ടേക്കുന്നതാണ്. സവോള കുറച്ച് വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും ഇട്ട് ഈ സവോള കൂട്ടിയിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ, ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്ന് പൊടികളെല്ലാം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഒക്കെ എല്ലാം സവോള എല്ലാം വെന്ത് നല്ലോണം ഉടനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ കുത്തി മിക്സ് വെച്ചെടുക്കാം. ഇതിനകത്തേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ മീതേക്ക് ഞാൻ വേപ്പില അരിഞ്ഞതാണ് കേട്ടോ, അരിഞ്ഞിട്ടേക്കുന്നതാണ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കും. ഇത് വെല്ലട്ടുണ്ട് കേട്ടോ. ഞാനത് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അതിനിത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടാണ് മറച്ചിടുന്നത്. ഞാൻ വേറൊരു പാൻ വെച്ച് ആ പാനിലേക്കാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കണം. ഇത് ആയിട്ടുണ്ട്. ആവശ്യം കൂടി ഒന്ന് ചൂടാക്കിയാൽ മതി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയ ഓംലെറ്റാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. നിങ്ങളെനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.